ടെസക്കാണ് നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കുന്നത്. വേണ്ടോടി, ടെസക്ക് എണ്ണ ഇട്ട് കൊടുക്കുന്ന ആരാണ്? എന്തോന്ന്? എന്റെ ട്യൂണ എന്തിനാ വാക്ക് പറഞ്ഞ? ട്യൂണയ്ക്ക് വിഷമായി. എന്റെ ട്യൂണേനെ എന്തിനാ വാക്ക് പറഞ്ഞ? കണ്ടോ, ട്യൂണയ്ക്ക് വിഷമായി. തള്ളുന്നെന്ന് ട്യൂണേനെ എന്തിനാ വാക്ക്? തള്ളേനല്ലേ അവിടെ കുറഞ്ഞേ? ഇല്ല, എന്നാലും ട്യൂണയ്ക്ക് വിഷമായി. മസാജ് ടെസക്കാ ഏറ്റവും കൂടുതൽ മസാജിങ് കിട്ടിയത്. ട്യൂണ, ഞാൻ വഴക്ക് പറഞ്ഞു നീ വിഷമായെന്ന് പറഞ്ഞ് നടക്കട്ടെ, മാറി. ട്യൂണ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോ എന്റെ തലയിൽ കയറും. അപ്പൊ അതുകൊണ്ടോടി ഇരുന്ന് മസാജ് ചെയ്യുന്നത്. ഇനി മസാജ് ചെയ്ത ഞാൻ തേച്ചുതരാം. ട്യൂണയ്ക്ക് അസൂയ. ട്യൂണ അസൂയായിട്ട് ടെസയെടുത്ത് എന്നാ കഴിയും. ടെസ അവിടെ നിന്ന് എഴുന്നേപ്പിക്കാനാ, ഇത് വലിച്ചു കളിക്കാനേ അവളെ എഴുന്നേക്കത്തില്ലേ? അതാ സംഭവം. ഇതെന്തുമാ ഇത്? ട്യൂണയ്ക്ക് സൂയ സൂയ. ഡീ നല്ല മസാജിങ് ആണല്ലോ ടെസക്ക് കിട്ടുന്നത്. കണ്ടോടി, ആമി കണ്ടുപഠിക്കടി, കണ്ടുപഠിക്കടി. എങ്ങനെയാ മസാജ് ചെയ്യുന്നതോ അവളെ നോക്കി കണ്ടുപഠിക്കും. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും അവളെ എങ്ങനെയാ മസാജ് ചെയ്യുന്നതെന്ന്. ആമിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ ബാർബർ ഷോപ്പാ അല്ലേ? എന്തുകൂടെ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, ഞാൻ എന്തോ കേട്ടായിരുന്നല്ലോ, കുളിപ്പിക്കുന്ന കാരാണ്. കുളിപ്പിക്കുന്ന ആൾക്കാരാന്ന്. കുളിപ്പിക്കുന്ന കാര, അത് കുഞ്ഞ് ഷോർട്ട് കട്ടായിട്ട് പറയുന്നതാ. എന്തുവാ അങ്ങനെ കരയുന്നോ? ചൊറിയുന്ന നെടി, അവക്കൊന്ന് ചൊറിഞ്ഞു കൊടുക്ക. ഞാൻ ചൊറിഞ്ഞു വരാം. ഇവിടാന്നോ ചൊറിയുന്നേ? ഓക്കെ, ചൊറിഞ്ഞോ? നിനക്ക് വേറെ അളകി ഇവിടെ കാണാൻ കിടക്കും. ട്യൂണെ വലിച്ചോണ്ട് പോകടി. വലിച്ചോണ്ട് പോകടിയിലൂടെ, വലിച്ചോണ്ട് കുഴി കൊണ്ട് കളയടി. കാത്തു കൊണ്ടുപോയി. ഗുഡ് കാത്തു, ഗുഡ് ഗുഡ് ഗുഡ്. അവളെ വലിച്ചോണ്ട് കുഴി കൊണ്ട് കളാ. ഇങ്ങനെ അവിടെ കയ്യിലെ അവിടുത്തെ രോമം പോയത് കേട്ടാ. ഈ കളി കൊറേ ദിവസമായിട്ടേ ഉണ്ട് കേട്ടാ. ഇവള് കിടക്കും, അവള് വലിച്ചോണ്ട് അങ്ങൂരൊക്കെ കൊണ്ടുപോകും കേട്ടാ. കാത്തു അതേപോലെ ക്ഷീണിക്കത്തതും ഇല്ല. ചെറിയമാമനും വന്നു കേട്ടാ. ടെസയ്ക്ക് മസാജിങ് കിട്ടുന്ന കണ്ടിട്ട് എന്താ കൈ മസാജ് ചെയ്തായിരുന്നു? എന്നോട് സേവമുള്ളു. നീ കയ്യിൽ ഇച്ചിരി ചിക്കൻ കറി വെച്ചാലും അവള് മസാജ് ചെയ്യും. എണ്ണ മാത്രമല്ല. നിന്റെ പുറയിൽ ഇരിപ്പുണ്ട് കേട്ടോ. കടിച്ചെടുത്തോണ്ട് പുറകെ ഇരിക്കുന്ന കുഞ്ഞിനെ കൂടെ മൈൻഡ് ചെയ്യണേ. എനിക്ക് കാത്തു മസാജ് ചെയ്താ കണ്ടോ, കല്ലൂന് എന്നോട് സ്നേഹമുള്ളു. ചെറിയ സ്നേഹമുണ്ട്, ടെറിക്കും ഉണ്ട് സ്നേഹം. അങ്ങ് സുഖിച്ചങ്ങിരിക്കുക. കൊറേ നാള് കൂടി ഇച്ചിരി നേരം അവളെ അടങ്ങിയിരിക്കുന്നു അല്ലോടി. എത്ര നാളാ ഇങ്ങനെ അത്രയും നേരം അടങ്ങിയിരുന്നിട്ടെന്നറിയാവോ? ഇല്ലേടി മോളെ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം നീ പറഞ്ഞു. ഈ ടെസയില്ലേ, നമ്മളില്ലാത്തപ്പോഴേ ഈ ഗേറ്റിന്റെ ഫ്രണ്ട് വന്ന് പട്ടികളൊക്കെ വിളിച്ചു കൂട്ടി സമ്മേളനം നടത്തും. നമ്മള് കാണുമ്പോ ജീപ്പ് ജീപ്പ് കൊടുക്കാം. എനിക്ക് അറിയത്തില്ല, അതോ എന്റെ മണ്ടയ്ക്ക് അച്ഛൻ എടുത്തരാം. നമുക്ക് ജീപ്പാന്നാ വേണ്ടേ? നാളെ ഇത് കണ്ടോ? നിനക്ക് ഈ കയ്യാ? അത് നിന്നോടുള്ള സ്നേഹമല്ല, എന്നോടുള്ള സ്നേഹമല്ല. എന്നോടുള്ള സ്നേഹം. എനിക്ക് പെഡിക്യൂർ ചെയ്ത് തരുന്നുണ്ട്. ആടലോടക്കം വെച്ച് കൊടുത്തു നോക്ക്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എനിക്കിട്ടൊരു പെഡിക്യൂർ ചെയ്തോ. ഇക്കിളിയാവുന്ന താഴോട്ട് പോണ്ട. ഈ ഫിഷിനെ ഒക്കെ വെച്ചിട്ടേ കാലിൽ പെഡിക്യൂറൊക്കെ ചെയ്തില്ലേ? അതുപോലെ നമുക്ക് ഡോഗ് ക്യൂർ ചെയ്താലോ? ഫിഷ് ഡോഗ് മസാജ്. ഇവള് നല്ലോണം ചീപ്പാനൊക്കെ പഠിച്ചടി. ആദ്യം വളർന്നു കഴിഞ്ഞാ പിന്നെ ആമിയെ നമുക്ക് അടിച്ച് പുറത്താക്കണം കേട്ടോടി മോളെ. സബ്സ്ക്രൈബേഴ്സ് എന്നെ അടിച്ച് പുറത്താക്കണം. സബ്സ്ക്രൈബേഴ്സ് ആമിയെ അടിച്ച് പുറത്താക്കണം എന്നുള്ളവർ അല്ല, എന്താ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടിച്ച് പുറത്താക്കി.
എന്നാ എടാ എനിക്ക് പേടിയൊക്കെ അറിയത് താ അവക്ക് ദേഷ്യം വരുന്ന ആദൂന് കേട്ടാ. നീ സൗണ്ട് എടുക്കുന്ന അവക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അല്ലേടി മോളെ? എനിക്ക് പേടിയൊക്കെ അറിയത് താ. മിണ്ടാതിരിക്കാൻ പറയടി മോളെ ആമിയുടെ അടുത്ത്. എനിക്ക് പേടിയൊക്കെ അറിയത്. എനിക്ക് നല്ലോണം എക്സാം എഴുതാൻ പറ്റും. പ്രാവശ്യമെങ്കിലും ജയിക്കൂടി. ഈ പ്രാവശ്യം ആകെ 2 മാർക്കേ പോയുള്ളൂ. ബാക്കി എക്സാം ഒന്നും കഴിഞ്ഞില്ല. ബാക്കിയുള്ളത് നീ എഴുതിയിട്ടില്ല. എഴുതിയതിൽ ഇത് 2 മാർക്കല്ലേ പോയത്? ഇന്നത്തേന് 2 മാർക്ക്, ഇന്നലത്തേന് 1/2 മാർക്ക്. അത് 1/2 മാർക്ക് പോയെന്ന് അല്ലാണ്ട് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നേരമായി. ആദ്യമായിട്ട് ടെസ ഇത്രയും നേരം വഴി കൂടെ ആള് പോയിട്ട് പോലും അനങ്ങാതെ വിടും. അതാണ് നമ്മുടെ ആദുവിനോടുള്ള ടെസയുടെ സ്നേഹം. അല്ലേടി മോളെ? എടി മോളെ, ടെസയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടോ? ആര് ശല്യപ്പെടുത്തുന്ന ഇഷ്ടമല്ല. ഇല്ല മോള് തടവിക്കും, മോള് തടവിക്കും. എന്തുവാ? മോള് ചീകി കൊടുത്തു. എനിക്ക് പെഡിക്യൂർ ചെയ്തതാ. ഇപ്പൊ നമ്മുടെ ടെസ പണ്ടത്തെ കൂട്ടി ക്യൂട്ടാ. ഇല്ലടി മോളെ? ഇങ്ങനെ അടങ്ങിയിരിക്കുവാന്നേ. ഇതെന്തുവിടെ ഇതുവരെ പെഡിക്യൂർ തീർന്നില്ലയോ? അതാ അവിടെ കിടന്നങ്ങ് പെഡിക്യൂർ ചെയ്യുവാന്നല്ലോ. എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി കഴിഞ്ഞ വൃത്തിയാക്കി തരും. അത് കടിക്കണം. കറിയുന്ന പെഡിക്യൂർ താഴെ കിടക്കുന്ന ചാവച്ച തിന്നുന്നു നിന്റെ. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ പെഡിക്യൂർ ചെയ്താൽ നിന്റെ വാ കൊള്ളാവോ? നോ നോ നോ. എടി നീ തൂത്തിട്ട് ഇവിടെ ഇട്ടതേ ഉള്ളു. അതെടുത്ത് കളയാഞ്ഞ എന്തായിരുന്നു? ഇവരിപ്പൊ പുറത്തിറക്കും. ഓ എന്റെ ചെറുക്ക് എന്തൊരു സ്നേഹമായി. ഞാൻ നല്ലോണം മിണ്ടരെന്ന് കൊച്ചു പറയുന്ന കേട്ടില്ലയോ? ഡി മോളെ, മിണ്ടര എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സൈലൻസ് എന്ന് പറഞ്ഞേ. പിള്ളേർക്ക് എന്നോട് എന്തൊരു സ്നേഹമോ. അത് ബിസി അടി. അത് സൈലൻസ് എന്ന് പറ. സൈലൻസ്. അതുവേ എടാ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചേരാ. ഇത്തിരി കൂടെ പെഡിക്യൂർ ചെയ്ത്. ഇനി കൈവച്ച് പെഡിക്യൂർ തടവി കൊടുക്കടാ. ചെറുക്ക് ഞാൻ ചെയ്തു തരാം. ചെറിയ കുറച്ചേരം ഇത്തിരി നടക്കാതെ കൈ തഴമ്പായി. കൊതു കുത്തുന്നു അവന്റെ തലയില്. ആ കൊതുക് ചത്തുപോയി. നിന്റെ നാക്ക് ഞാൻ കെട്ടി വെക്കും ടെറി. ഹാപ്പി പിണങ്ങിയിരിക്കും കേട്ടോ. നീ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അടി എനിക്ക് പെഡിക്യൂർ ചെയ്ത എല്ലാരും എനിക്ക് ചെയ്തു. അത്രയൊക്കെ മതി. എടി കല്ലു സ്ലേപ്പ്. എല്ലാരും കൂടെ താണ്ട് എന്തൊരു ഒത്തിരി എത്ര നാളായെന്നറിയാവോ? താണ്ട് ഇത്രയും പേര് താണ്ട് ഇവിടെ വഴക്കൊന്നും ഇല്ലാതെ സ്നേഹമായിട്ട് ഇരുന്നിട്ട്. ഇല്ലേടി ആമി? ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മള് പണ്ട് ഇങ്ങനെ ശരിയിരിക്കുന്ന സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവൻ പോയി. അവന് മടുത്ത്. ഇല്ല ഹാപ്പി ഹാപ്പിയുടെ അടുത്ത് പോവാ. എടാ കാട്ടുകോഴി, നിനക്ക് എണ്ണ വന്ന ആരും അറിയാതെ എണ്ണ വന്നില്ലാണോ? ഹാപ്പി ഹീറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇന്ന് വിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലോ അടങ്ങി ഒതുങ്ങി കയ്യോ? ആ എന്താ പറ്റി? കഴിവത്തരാ അച്ഛൻ കഴിവത്തരാ. ഡേ മാറി കൊച്ചിന്റെ അടുത്തൊന്ന്. അച്ഛൻ അടി മോളെ അവിടെ അടി വെച്ചു കൊടുക്കും. ഓട്ടിച്ച് കേട്ടാ, ഓട്ടിച്ച് കേട്ടാ. ടെസയോട് പറഞ്ഞു കൊടുക്കും മോള്. കുഞ്ഞിനെ എടി മോളെ, കുഞ്ഞിനെ കൊണ്ടുപോയി കൈ കഴിവടി. ഞങ്ങൾ എഴുന്നേക്കാൻ പോവാ. ടെറിക്ക് അഹങ്കാരം തുടങ്ങിയോണ്ട് ടെറിയെ നമ്മള് ജയിലിൽ അടച്ചിട്ട് ഹാപ്പി അങ്ങോട്ട് കറങ്ങി പിടിക്കുന്നുണ്ട്. എന്താ മോളെ? ആരെ? കല്ലു ടൂണയാന്നോ? ഡേ ടൂണ കൊച്ചു എന്നെ കൂട്ടില്ല. എന്നെ കൊച്ചിന്റെ അടുത്ത് ചെല്ലരുത് കേട്ടല്ല. വാ മോളെ പാടി. വെടി വെക്കുന്നേ മോള് പോയി നോക്കിട്ടോ ചെല്ല്. അച്ഛൻ അറിഞ്ഞൂടാ, പോയി വെയിറ്റ് ചെയ്യേ അച്ഛൻ. മോള് പോയി എടുത്തോണ്ട് പോയി. എന്താ മോളെ കണ്ടില്ലയോ? അത് തീർന്നില്ലേ കള?
നീ ഇതോ അടിച്ചോണ്ട് പോന്നിട്ട് രസ. അതൊന്നും ഇല്ലെന്ന്. എന്തുവാ അത് ഇത്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അവന് നാളെ വന്നാവും. പോയി അവൻ പണങ്ങി പോയി. എന്താ മോളെ പറയുന്നില്ലേ? അഴുക്കുണ്ട്. ആ പൊടിയില്ലേ?